മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ. എല്ലാവർക്കും എൻ്റെ സ്നേഹോഷ്മളമായ ഹാപ്പി റിപ്പബ്ലിക് ഡേ ആശംസിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യം ജനുവരി 26, 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ലോകത്തെ ഏറ്റവും മനോഹരമായ ഹ്യൂമണിക്കൽ ഗാർഡൻ, മനുഷ്യ പൂങ്കാവനമാണ് നമ്മുടെ രാജ്യം. വൈവിധ്യങ്ങളാർന്ന നിരവധി വിശ്വാസങ്ങളും മതങ്ങളും ജാതികളും ഉപജാതികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ ഇത്രയും സൗഹൃദമായി, ഇത്രയും സ്നേഹത്തോടുകൂടി കൊടുത്തും വാങ്ങിയും പങ്കുവെച്ചും ജീവിക്കുന്ന മറ്റേതൊരു സമൂഹമാണ് ഈ ലോകത്തുള്ളത്? മറ്റേതൊരു രാജ്യത്താണ് നിങ്ങൾക്കിത് കാണാൻ സാധിക്കുക? ഇന്ത്യ ഒരു അത്ഭുതമാണ്. ആ അത്ഭുതത്തെ എന്നും അങ്ങനെ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ബ്രെയിൻ എന്ന് വിശേഷിപ്പിക്കുന്ന ദ ബ്രെയിൻ ഓഫ് ദിസ് നേഷൻ ഈസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയാണ് ഈ രാജ്യത്തിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയാണ്. കമാൻഡ്സ് മുഴുവൻ അവിടെ നിന്നാണ് വരുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ ഹാർട്ട് ആൻഡ് സോൾ എന്താണ്? വാട്ട് ഈസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 32. ഈച്ച് ആൻഡ് എവറി സിറ്റിസൺസ് the constitution grants the right to approach the Supreme Court to enforce their fundamental rights. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി, ആ കോടതിയെ നമുക്ക് ഓരോ പൗരനും സമീപിക്കാം. നമ്മുടെ മൗലിക അവകാശം, ഭരണഘടന നമുക്ക് നൽകിയ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ധ്വംസിക്കപ്പെട്ടാൽ നമുക്ക് അത് തിരിച്ചു പിടിക്കാൻ രാജ്യത്തെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 32 ആണ് നമ്മുടെ ഭരണഘടനയുടെ ഹാർട്ട് ആൻഡ് സോൾ. പ്രിയപ്പെട്ടവരെ, ഈ ഭരണഘടനയാൽ നയിക്കപ്പെടുന്ന ഈ രാജ്യത്തിനൊരു മതമുണ്ട്. അത് ഹിന്ദു മതമല്ല, ക്രിസ്തു മതമല്ല, ഇസ്ലാം മതമല്ല, ജൈന മതമല്ല, ബുദ്ധമതമല്ല, കൺഫ്യൂഷനിസം അല്ല, ജൈനിസം അല്ല, യുക്തിവാദമല്ല. ആ മതം എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. ഡെമോക്രസി ഈസ് ദ റിലിജിയൻ ഓഫ് ദിസ് നേഷൻ. ഇനി നമ്മുടെ രാജ്യത്തിനൊരു സ്വഭാവമുണ്ട്, ഒരു ക്യാരക്ടറുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം എന്താണ്? സെക്യുലറിസം. സെക്യുലറിസമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം. ഓക്കെ, അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഭിമാനിക്കുക. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. അഭിമാനിക്കുക ഈ രാജ്യത്ത്. ഇങ്ങനൊരു രാജ്യത്ത് ജനിക്കാനും ജീവിക്കാനും, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ജനിച്ചിട്ട് ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായി ജീവിക്കാനുമൊക്കെ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹോഷ്മളമായ ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ രാജ്യത്തിൻ്റെ ബ്രെയിൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതുപോലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതുല്യമായ യുണീക്കായിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സമ്മാനിച്ച ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, അങ്ങനെയുള്ള മഹാത്മാക്കൾ, രാജ്യത്തിന് വേണ്ടി രക്തം ചൊരിഞ്ഞ എല്ലാ മഹാത്മാക്കളെയും അനുസ്മരിച്ചുകൊണ്ട് മാത്രമേ ഒരു ഇന്ത്യക്കാരന് ഓരോ ദിവസവും തള്ളി നിൽക്കാൻ കഴിയുകയില്ല, കടന്നു പോകാൻ കഴിയുകയുള്ളൂ. കാരണം ഈ ഭരണഘടന അത്രമാത്രം, ഈ രാജ്യം തന്നെ ഒരു അത്ഭുതമാണ്. ഈ ഭരണഘടന അതിലും വലിയ ഒരു അത്ഭുതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹത്തോടെ ഇന്ത്യൻ ഭരണഘടനയോടുള്ള, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള ആദരവോടുകൂടി, സ്നേഹക്കൂട്. ഗുഡ് ബൈ.